ഇപ്പോൾ റിട്ടയർഡ് SP സുഭാഷ് ബാബു ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഇതിലിപ്പോഴിതാ ഇതുവരെയും സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെയൊക്കെ സംബന്ധിച്ച് പുറത്തു നിന്നുള്ള ഒരു സ്പോൺസർ നടത്തിയിട്ടുള്ള തട്ടിപ്പ്, ആ നിലയിലുള്ള പ്രതിരോധം തീർക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ വളരെ കൃത്യമായി ചുമതല ഉണ്ടായിരുന്ന 2019 ജൂൺ 19 ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിന് നൽകുമ്പോൾ അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ അറസ്റ്റ് വളരെ കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയിലേക്ക് തന്നെയല്ലേ വിരൽ ചൂണ്ടുന്നത്? അതിനപ്പുറത്ത് മുരാരി ബാബു എന്ന ഒരു വ്യക്തി മാത്രമായിരിക്കുമോ? ആ വ്യക്തിയിലോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടുപേർ ചേർന്നുകൊണ്ട് മാത്രം നടത്തിയ ഒരു തട്ടിപ്പ്, അങ്ങനെ ഇതിനെ പ്രാഥമികമായി വിലയിരുത്താൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. കാരണം ഇതിന്റെ ഈ ദേവസ്വം വസ്തുക്കള് സ്വത്തുക്കളൊക്കെ കാത്തു സൂക്ഷിക്കാനുള്ള പ്രധാന ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്, മറ്റാർക്കുമല്ല. അപ്പൊ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം പുറത്ത് അവരുടെ അറിവോടുകൂടി പുറത്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന്റെ നിയന്ത്രണാധികാരമുള്ള ബോർഡിലും ബന്ധപ്പെട്ട ആളുകളുടെ അനുവാദം, രേഖാമൂലവും അല്ലെങ്കിൽ വാക്കാലമുള്ള അനുവാദമല്ലാതെ ഇവരൊറ്റയ്ക്ക് ചെയ്യിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് തുടങ്ങുന്ന അവസരം തന്നെ ഇത് ആദ്യം സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഉത്തരവ് കൊടുക്കുന്നത് ബോർഡാണ്. അപ്പൊ ബോർഡിനല്ലേ ഉത്തരവാദിത്വം. ഈ തട്ടിപ്പിന്റെ പ്രധാന ഗൂഢാലോചന ഉടലെടുക്കുന്നത് തന്നെ അവരിൽ നിന്നാണ്. അതിനുശേഷം അതിന് ഉദ്യോഗസ്ഥന്മാര് കരുക്കളായോ അല്ലെങ്കിൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിൽ അന്ന് പ്രധാന കർത്തവ്യം, അന്നും 2025 ഈ വസ്തുക്കളൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് താല്പര്യം കാണിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട മുരാരി ബാബു എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ സ്വാധീനമുണ്ട്. കാരണം ഈ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള എന്ത് വൃത്തികേട് കാണിച്ചാലും ഇതുവരെ സംരക്ഷണം കിട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ ഇപ്പോ കോടതിയുടെ ഇടപെടലുകളിൽ കാരണം അദ്ദേഹം ചെന്ന് ഇതേമാതിരി ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതോടുകൂടി ഇനി ഇദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. എന്നാലും ഇത് ആ വ്യക്തിക്കോ ആ വ്യക്തിയുടെ താഴെയുള്ള ആൾക്കാർക്ക് ആരെങ്കിലും മാത്രം ചെയ്യാൻ പറ്റില്ല. ഇത് ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ തുടങ്ങും, അവിടെ വരെ എത്തും, യാതൊരു സംശയമില്ല. ഞാൻ കുറെ പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. അതാണ്, അതായത് ഈ 2019 ജൂണിൽ ആണ് മുരാരി ബാബു ഈ റിപ്പോർട്ട് നൽകുന്നത്. അത് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് നൽകുന്നത്. ഇവർക്കൊക്കെ ഈ പദവികളിൽ ഇരിക്കുമ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പതിച്ചിട്ടുള്ളത് ചെമ്പാണോ സ്വർണമാണോ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ല എന്ന് പറയുമ്പോൾ പ്രഥമ ദൃഷ്ടി അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ തഞ്ചത്തിൽ കടന്നുകൂടിയതാണ്, അങ്ങനെ വർഷങ്ങളായി ആളുകളുമായി ബന്ധമുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോഴും ഒക്കെ അതൊക്കെ ശരിയായിരുന്നിരിക്കാം. പക്ഷേ ഔദ്യോഗികമായി ചുമതലകൾ വഹിക്കുന്നവർക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടാകും, സാങ്കേതികമായ വശങ്ങളെക്കുറിച്ച് പരിജ്ഞാനമുണ്ടാകും. ആ പരിജ്ഞാനമൊക്കെ ഉള്ളവർ ഇതൊന്നും അറിയാതെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് കൈകഴുകുന്ന ഒരു സാഹചര്യം. ഇതിപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഒരു സംശയമില്ലല്ലോ. കാരണം അവരിൽ നിന്നല്ലേ ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇത് 2019 8ാം മാസം മുതൽ തുടങ്ങിയ അഭ്യാസമാണിത്. ഇത് എങ്ങനെങ്കിലും അവിടുന്ന് അടിച്ചു മാറ്റണം. കാരണം ഈ പാളികൾ മാറ്റുന്നതും പൂശുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. പാളികൾക്ക് വേണ്ടതിന്റെ 10% സ്വർണം മാത്രമേ ഈ പൂശാൻ ആവശ്യമുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 90% അടിച്ചു മാറ്റിയിട്ട് 10% എടുക്കാനുള്ള ഗൂഢാലോചന ഉന്നതങ്ങളിൽ തന്നെ സ്വാധീനിച്ച് തുടങ്ങുന്നതാണ്. ഇത് എന്റെ അഭിപ്രായത്തിൽ ഇത് കൊണ്ടുപോയിട്ട് അതിനകത്തുനിന്ന് സ്വർണം എടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതിന്റെ ഭക്തർ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികൾ കൽപ്പിക്കുന്ന ഇതിന്റെ മൂല്യം, സ്വർണത്തിന്റെ വില അതിന്റെ ഒക്കെ 1000 ഇരട്ടിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് മറച്ചു വിറ്റതിന് ശേഷം അതിന് പറ്റുന്ന മോൾഡ് ഉണ്ടാക്കി അതിനകത്ത് സ്വർണം പൂശുകയോ പെയിന്റ് അടിക്കുകയോ ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് ഇവര്. അതുകൊണ്ടാണല്ലോ പിന്നെ 19 കൊണ്ടുവച്ചതിന് ശേഷം 25 വീണ്ടും അതിന് കളർ പോയി എന്ന് പറഞ്ഞ് അടിക്കുന്നത്. ഇങ്ങനെ മാറി 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 വരും. പിന്നെ ഇന്നലെ ആ റിപ്പോർട്ട് കണ്ടില്ലേ, ശ്രീകോവിലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ചോർന്നൊലിക്കുന്നു മറ്റേ. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ശ്രീകോവിലിന്റെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതെല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട്, അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ പല പ്രാവശ്യം പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്. അതായത്
അന്നത്തെ ദേവസ്വം കമ്മീഷൻ, തുടക്കത്തിലെ ദേവസ്വം കമ്മീഷൻ, പിന്നെ പ്രസിഡന്റുമായ ശ്രീ വാസു, അതുപോലെ തന്നെ പത്മകുമാർ, അതിനുശേഷം താഴോട്ട് വരുന്ന അതിനകത്തിലെ മെമ്പർമാര്, അതുപോലെ താഴോട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാര്, പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഇതിന്റെ ഭാഗമാണ്, ഇതിലെ പ്രതിയാണ്. അവരെ ഒന്നും ഇതിനകത്തുനിന്ന് ഒഴിവാക്കാൻ അന്വേഷണ സംഘം വിചാരിച്ച പോലെ സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇതിന് ആവശ്യമായ രേഖകൾ ഇപ്പോൾ തന്നെ ദേവസ്വം വിജിലൻസ് തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ബാക്കിയുള്ള രേഖകൾ ഓരോന്നും എടുത്ത് ഇപ്പോ കോടതിയെ കഴിഞ്ഞ ദിവസം എടുത്തത് കൊണ്ട് അവരെ നേരിട്ട് വിളിച്ച് ചോദിച്ചിരുന്നു എന്നുള്ളത്. നമ്മൾ പുറത്തറിയുന്നതിൽ ഒരുപാട് വിവരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പെടുത്താത്തതുമായ കാര്യങ്ങൾ കോടതിയെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2025 ഈ ഗൂഢാലോചന ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് ഈ പുതിയ ഒരു അന്വേഷണം കൂടി നടത്തണം എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡ് അടിമുടി പ്രസിഡന്റ് ഉൾപ്പെടെ താഴോട്ടുള്ള എല്ലാവരും അതില് അന്ന് ആ സമയത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന അവിടുത്തെ കൈകാര്യ കർത്തൃക്കളായ എല്ലാ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും ഇതിൽ ബാധിക്കുന്നു. അതിന് അവര് സഹായികളായിട്ട് പുറമേന്ന് കൂട്ടിയ ആളുകളും ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളും എല്ലാം പ്രതിയാവും. ഇതൊരു നീണ്ട നിര ഈ പ്രതികളുടെ പട്ടികയിൽ വരുമെന്നാണ് എന്റെ ഫലമായ അഭിപ്രായം. യെസ്, അത് തന്നെയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ സുഭാഷ് ബാബു. ഇപ്പോൾ MG മിഥുൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ഇതുവരെയും സർക്കാരിന് പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ ആയിരുന്നു തീർക്കാൻ സാധിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കാലങ്ങൾക്ക് മുമ്പ് തന്നെ ശബരിമലയിൽ എത്തിയ ആളാണ്. ഓരോ കാലഘട്ടത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിരുന്നു എന്നതുൾപ്പെടെ. പക്ഷേ ഈ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയ കാലഘട്ടം ഉൾപ്പെടെ 2019 ജൂൺ 18 അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുന്നത്. ഈ സ്വർണം പൂശുന്നതിന് വേണ്ടി ദ്വാരപാലക ശില്പങ്ങൾ ഏൽപ്പിക്കണമെന്നുള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം ദേവസ്വം ബോർഡിലെ വളരെ പ്രധാനപ്പെട്ട നിരവധിയായ ഉദ്യോഗസ്ഥരുടെ കൈകളിലൂടെ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളും വിശദാംശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കൈമാറിപ്പോകുന്നത്. അതിൽ ഒരാൾക്ക് പോലും ഇത് ചെമ്പ് തകിടാണ് എന്നതിൽ സംശയമുണ്ടായില്ല എന്നതൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് മാത്രവുമല്ല, 2024 വീണ്ടും ഇതേ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി അയക്കാൻ തയ്യാറാകുന്നു. അതായത് 1-2 വർഷങ്ങൾക്ക് ശേഷം. ഇതിലൊന്നും ഒരസ്വാഭാവികതയുമില്ല. ഇതൊന്നും ദേവസ്വം ബോർഡ് അറിഞ്ഞതേ ഇല്ല. അതുകൊണ്ട് ഈ സർക്കാരിന് പങ്കൊന്നുമില്ല, ദേവസ്വം ബോർഡിന് പങ്കൊന്നുമില്ല എന്ന ന്യായങ്ങളും പ്രതിരോധങ്ങളും ഇനി എത്ര കണ്ട് വിലപ്പോകും മിഥുൻ? സ്വർണ്ണപ്പാളികൾക്ക് 40 വർഷത്തെ വാറന്റി മല്യ ഗ്രൂപ്പ് അറിയിച്ചു എന്നിരിക്കെ 21 വർഷം പിന്നിടുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ഇത് മങ്ങിയെന്നതും എന്തിനു വേണ്ടി സ്വർണം പൂശണമെന്നുള്ള ചോദ്യവും ആരും ചോദിച്ചില്ല. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു കൃത്യമായ അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ നാണക്കേട് ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിനുമൊക്കെ പേറേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന് വേണ്ടി പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഒരു മഹസർ തയ്യാറാക്കപ്പെട്ടിരുന്നു. ആ മഹസറിൽ സ്വർണ്ണപ്പാളി ചെമ്പായി മാറിയതും ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ അത് ആർക്കും അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ശ്രീകോവിലെ കട്ടിളയിൽ പൊതിഞ്ഞ ചെമ്പുപാളി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നു എന്നാണ് തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജു അടക്കം 8 പേർ ഒപ്പിട്ട് മെയ് മാസത്തിൽ തയ്യാറാക്കിയ മഹസറിൽ എഴുതിയിരുന്നത്. ഒപ്പം തന്നെ കട്ടളപ്പാളിയുടെ ഈ ഇരുവശത്തും 4 ചെമ്പുപാളി, ഒപ്പം തന്നെ പടിയുടെ മുകളിൽ ഒരു ചെമ്പുപാളി, കട്ടിളയുടെ മുകളിലെ ശിവരൂപം, ഒപ്പം തന്നെ പ്രഭ, വ്യാളി രൂപം ഉൾപ്പെടെ 7 ഭാഗമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. 42 കിലോയിലധികം തൂക്കമായിരുന്നു ഇതിൽ മൊത്തമായും എഴുതി ചേർത്തിരുന്നത്. പിന്നീട് അത് UB ഗ്രൂപ്പ് 1.5 കിലോ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളും അങ്ങനെ പിന്നീട് അത് ചെമ്പുപാളികളായി മാറുന്ന ഒരു അപൂർവ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് തനിക്ക് തന്നത് ചെമ്പുപാളികളാണെന്ന് പോറ്റി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് ഇത്തരത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ പതിച്ചിരിക്കുന്നതിൻ്റെ ചെമ്പ് തകിടാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയ പ്രധാന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിർണായക അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൽ അത്രത്തോളം ശക്തനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, വർഷങ്ങളായി ദേവസ്വം ബോർഡുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ പ്രാഥമിക റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറിലേക്കും ഒപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണറിലേക്കും പോയി എന്നുള്ളതാണ്. അത് പരിശോധിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ആ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് മുന്നിലെത്തിയപ്പോഴും ചെമ്പുപാളി പ്രയോഗം മാറിയില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്നതിന് എന്നായിരുന്നു ബോർഡ് തീരുമാനങ്ങളിൽ പോലും പ്രയോഗിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഏവരും പറയുകയും ചെയ്യുന്നത്.